എല്ലാവർക്കും നമസ്കാരം. പുരാണത്തിൽ പാലാഴി മഥനത്തിൽ പല വിശിഷ്ട വസ്തുക്കളും സമുദ്രാന്തർഭാഗത്തു നിന്നും ഉയർന്നു വന്നു. അവയിലൊന്നാണ് ചന്ദ്രൻ എന്നാണ് ചന്ദ്രോൽപത്തിയെക്കുറിച്ച് പറയുന്നത്. മറ്റൊരു കഥ കൂടിയുണ്ട്. ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായ അത്രിക്കും അനസൂയയ്ക്കും ത്രിമൂർത്തികളുടെ അനുഗ്രഹത്താൽ 3 പുത്രന്മാരുണ്ടായി എന്നും അതിൽ ബ്രഹ്മാവിൻ്റെ അംശമായ പുത്രനാണ് ചന്ദ്രനെന്നും മറ്റൊരു കഥയുണ്ട്. മറ്റൊരു കഥയും കൂടി പ്രചാരത്തിലുണ്ട്. ഉഗ്രതപസ്സിലൂടെ സൃഷ്ടി നടത്തുവാൻ ശക്തി ആർജിച്ച അത്രി മഹർഷി തൻ്റെ രേതസ് കണ്ണുകളിലൂടെ പുറത്തേക്കൊഴുകി. ബ്രഹ്മ നിർദ്ദേശപ്രകാരം ദിഗ്ദേവതകൾ ആ രേതസ് ഗർഭത്തിൽ സ്വീകരിച്ചുവെങ്കിലും അവർക്കത് താങ്ങാനായില്ല. പുറത്തേക്കൊഴുക്കിയ ഗർഭങ്ങൾ ബ്രഹ്മാവ് നേരിട്ടെത്തി യോജിപ്പിച്ചുവെന്നും അങ്ങനെ ചന്ദ്രോൽപത്തി ഉണ്ടായി എന്നുമാണ് അക്കഥ. ദേവഗുരുവായ ബൃഹസ്പതിയുടെ വീട്ടിൽ പോയാണ് ചന്ദ്രൻ വിദ്യാഭ്യാസം നടത്തിയതെന്നും ഗുരുപത്നിയായ താരയുമായി ചന്ദ്രൻ പ്രണയത്തിലായെന്നും ചന്ദ്രൻ താര ദമ്പതിമാർക്ക് പിറന്ന പുത്രനാണ് ബുധനെന്നും ദക്ഷപ്രജാപതിയുടെ 27 പെൺമക്കളെയും ചന്ദ്രൻ വിവാഹം കഴിച്ചു. അവരാണ് 27 നക്ഷത്രങ്ങളെന്നും പുരാണത്തിലുണ്ട്. ദക്ഷൻ്റെ ശാപം മൂലം നിസ്തേജനായി പോയ ചന്ദ്രന് ശിവൻ ശാപമോക്ഷം നൽകി. മാസത്തിൽ പകുതി നാൾ മാത്രം നിസ്തേജനാകണമെന്നും കറുത്തപക്ഷമാണത്. ബാക്കി പകുതി നാൾ വർദ്ധിത ബലവാനായിരിക്കണമെന്നും, അതായത് വെളുത്ത പക്ഷത്തിൽ ശിവൻ ദക്ഷൻ്റെ ശാപത്തെ ലഘൂകരിച്ചു. ഇതൊക്കെയാണ് പുരാണത്തിലുള്ള കഥകൾ. എങ്കിൽ ജ്യോതിഷപരമായി ചന്ദ്രൻ്റെ സ്വരൂപവും സ്വഭാവവും പറയാം. ചന്ദ്രൻ ഒരു വ്യക്തിയുടെ ജാതകത്തിൽ നല്ല നിലയിലാണ്, അല്ലെങ്കിൽ ലഗ്നവുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടെങ്കിൽ ചന്ദ്രൻ്റെ സ്വഭാവവും സ്വരൂപവും ആ ജാതകനിൽ തെളിഞ്ഞു കാണാം. വട്ടത്തിലുള്ള മുഖമായിരിക്കും. ഉരുണ്ട ശരീരമാണ് ചന്ദ്രന്. കൈകാലുകളും കൊഴുത്തുരുണ്ടിട്ടാണ്. വട്ടമുഖം, അധികം പൊക്കമില്ലാത്ത ശരീരം, മനോഹരമായ കണ്ണുകൾ, കറുത്ത് ചുരുണ്ട മുടി, തൂവെള്ള നിറം, ഇവയെല്ലാം ദേഹാംഗ ലക്ഷണമായിട്ട് നമുക്ക് കരുതാം. പെരുമാറ്റം സൗമ്യമധുരമാണ്. യുവത്വം തുളുമ്പുന്നതിനാൽ പെരുമാറ്റത്തിലും പ്രസരിപ്പ് വ്യക്തമാണ്. ത്രിദോഷങ്ങളിൽ വാതകഫ പ്രകൃതിയാണ്. നിത്യസഞ്ചാരിയായിരിക്കും. ഉറച്ച സ്വഭാവമില്ലാത്തവനുമായിരിക്കും. ത്രികാലങ്ങളെയും അറിയുന്നവനാണ്. വൃത്തത്തിലുള്ളവ, വെണ്മയാർന്നവ തുടങ്ങിയവയോട് ഇഷ്ടവുമുണ്ട് അദ്ദേഹത്തിന്. ശുഭ്രവസ്ത്രധാരിയായിരിക്കും. രതിവിലാസങ്ങളിൽ താല്പര്യമുള്ളവനുമായിരിക്കും. ആവൃത്തിയുള്ളവനും, അതായത് കയറ്റവും ഇറക്കവും ആവർത്തിച്ചു കൊണ്ടിരിക്കും. ജീവിതത്തിലും സാമ്പത്തികത്തിലും എന്നുവേണ്ട സകലത്തിലും സ്വാത്വികനാണ് ചന്ദ്രൻ. ഈ സ്വഭാവവും സ്വരൂപവും ജാതകത്തിൽ ചന്ദ്രൻ ബലവാനാണെങ്കിൽ ആണ് ഫലിക്കുക. ഇനി ഓരോ ജാതകത്തിലും ചന്ദ്രൻ ഏതേത് രാശിയിൽ നിൽക്കുന്നുവോ അതിനുള്ള ഫലങ്ങൾ പറയാം. ജനന സമയത്ത് ഗ്രഹനിലയിൽ ചന്ദ്രൻ മേടൻ രാശിയിലാണെങ്കിൽ അയാളെ മേടക്കൂറുകാരൻ എന്നാണ് വിളിക്കുക. ഇടവൻ രാശിയിലെങ്കിൽ ഇടവക്കൂറുകാരനും, അങ്ങനെ 12 രാശികൾക്കും അതാത് കൂറുകാരൻ എന്ന് വിളിക്കണം. ജനന സമയത്ത് ചന്ദ്രൻ മേടൻ രാശിയിൽ നിന്നാൽ ജാതകൻ്റെ കണ്ണുകൾ ചുവന്നിട്ടും വൃത്താകൃതിയുള്ളതുമായിരിക്കും. ഇലക്കറികൾ, ചൂടുള്ള പദാർത്ഥങ്ങൾ എന്നിവ ഇഷ്ടപ്പെടും. ഭക്ഷണം വേഗത്തിൽ കഴിക്കും. ചെറിയ കാരണങ്ങളാൽ സന്തോഷിക്കുക. സ്ത്രീകൾക്ക് പ്രിയപ്പെട്ടവനായിരിക്കുക. മക്കളിൽ മൂത്തവനായിരിക്കുക. അരയ്ക്ക് കീഴ്പോട്ട് ബലക്കുറവുണ്ടാകുക. അസ്ഥിരധനവാനായിരിക്കുക. പരാക്രമിയാവുക. സഞ്ചാരശീലനാവുക. സുരതപ്രിയനാവുക. ഇവയൊക്കെയാണ് ഫലം. അശ്വതി ഭരണി കാർത്തിക 1-ാം പാദത്തിൽ ജനിക്കുമ്പോഴാണ് മേടക്കൂറുകാരനാകുന്നത്. ചന്ദ്രൻ ഇടവൻ രാശിയിൽ നിന്നാൽ, ജനന സമയത്ത് ചന്ദ്രൻ ഇടവൻ രാശിയിലെങ്കിൽ ജാതകൻ ഇടവക്കൂറുകാരനെന്ന് അറിയപ്പെടും. ജന്മനക്ഷത്രം കാർത്തിക 2, 3, 4 പാദക്കാരും രോഹിണി മകേരം 1, 2 കാലുകാരും ഇവയിലായിരിക്കും, ഇടവക്കൂറിലായിരിക്കും. അവർക്ക് പരന്ന മുഖം, കഫപ്രകൃതിയായിരിക്കുക. തുടകൾ ഉരുണ്ടതായിരിക്കും. ഭംഗിയുള്ള നടത്തമായിരിക്കും. നല്ല വിശപ്പുള്ളവനായിരിക്കും. സുന്ദരനുമായിരിക്കും. മിഥുനക്കൂറുകാര് മകേരം 3, 4 പാദങ്ങളും തിരുവാതിര പുണർദം 1, 2, 3 പാദങ്ങളും മിഥുനക്കൂറിലാണ്. കറുത്ത കൃഷ്ണമണി ഉണ്ടാകുക.
ചുരുണ്ട തലമുടി ഉണ്ടാവുക, ഉയർന്ന മൂക്കുണ്ടാകുക തുടങ്ങിയവ ചില ശരീരലക്ഷണങ്ങളാണ്. അടുത്തതായിട്ട് കർക്കിടകൻ രാശിയിൽ, അതായത് പുണർദം 4-ാം പാദവും പൂയവും ആയില്യവും കർക്കിടകൻ രാശിയിലാണ്. ജാതകൻ ചരിഞ്ഞും വേഗത്തിലും നടത്തവനായിരിക്കും. കറുത്ത പക്ഷത്തിലെയും വെളുത്ത പക്ഷത്തിലെയും ചന്ദ്രനെ പോലെ ജാതകന്റെ ഭാഗ്യവും സാമ്പത്തിക സ്ഥിതിയും കയറിയും ഇറങ്ങിയും ഇരിക്കും. ശരീരം മെലിഞ്ഞും കഴുത്ത് ഉരുണ്ടുമിരിക്കും. ഇനി ചിങ്ങൻ രാശിയിൽ ജന്മനക്ഷത്രം മകം പൂരം ഉത്രം 1-ാം പാദക്കാരാണ് ചിങ്ങൻ രാശിക്കാര്. തടിച്ച കവിൾത്തടങ്ങളും ചെമ്പിച്ച കണ്ണുകളുമായിരിക്കും ജാതകന്. സാഹസികനും വിജനതയെ ഇഷ്ടപ്പെടുന്നവനും സ്ത്രീകളിൽ വിരക്തനുമായിരിക്കും. കന്നിക്കൂറുകാര് ഉത്രം 3, 2, 3, 4 പാദങ്ങളും അത്തം ചിത്തിര 1, 2 പാദങ്ങളും ഇവയിലാണ്. ജാതകൻ ലജ്ജാലുവും നോട്ടത്തിലും നടത്തത്തിലും എല്ലാം ലജ്ജാശീലം പ്രകടമാക്കുന്നവനുമാണ്. താണ ചുമലുകളും ശരീരത്തിന് മാർദ്ദവും ഉള്ളവനാണ്. ജന്മദേശം വിട്ടുപോവുക, അന്യൻ്റെ ധനവും ഗൃഹവും സ്വന്തമായിരിക്കുക, നല്ല വാക്കുകൾ പറയുവാൻ കഴിവുണ്ടാകുക, ഇതൊക്കെയാണ് പ്രത്യേകതകൾ. തുലാൻ രാശിയിൽ ചന്ദ്രൻ നിന്നാൽ ചിത്തിര 3, 4 പാദം, ചോതി വിശാഖം 1, 2, 3 പാദങ്ങളാണ്. ജാതകൻ സജ്ജനങ്ങളെ ആദരിക്കുന്നവനാവും. കുറച്ച് കാരണങ്ങളാൽ രോഗം വരിക, ചെറിയ ചികിത്സ കൊണ്ട് രോഗം മാറുക, ഇവ ഒരു പ്രത്യേകതയായിരിക്കും. ഭൂത വർത്തമാന ഭാവികളെ അറിഞ്ഞ് പ്രവർത്തിക്കുന്നവനുമായിരിക്കും. വൃശ്ചികൻ രാശി വിശാഖം 4-ാം പാദം, അനിഴം തൃക്കേട്ട ആണ് വൃശ്ചികൻ രാശിക്കൂറുകാര്. ഈ രാശിയിൽ ജനിക്കുന്നവരുടെ കൈകാലുകളും കണ്ണ്, മുഖം തുടങ്ങിയവയെല്ലാം വൃത്താകൃതിയിലായിരിക്കും. കുട്ടിക്കാലത്ത് തന്നെ നാടും വീടും ഉപേക്ഷിക്കാൻ വാസനയുണ്ടാകും. രോഗങ്ങൾ കുട്ടിക്കാലത്ത് തന്നെ വിരുന്നുകാരായെത്തും. ധനുക്കൂറുകാര് മൂലം, പൂരാടം, ഉത്രാടം 1-ാം പാദം ഇവയിലൊന്നാവും ധനുക്കൂറുകാര്. ഈ രാശിയിൽ ജനിക്കുന്നവർ ഉത്സാഹശീലങ്ങളും പരാക്രമികളും പ്രതിഭാശാലികളും വാക്സാമർഥ്യമുള്ളവരുമായിരിക്കും. വിവേകമതികളുമായിരിക്കും. മകരക്കൂറുകാര് ജനനസമയത്ത് ചന്ദ്രൻ മകരൻ രാശിയിൽ നിൽക്കുക. ഉത്രാടം 2, 3, 4 പാദക്കാരും തിരുവോണം അവിട്ടം 1, 2 പാദങ്ങളും മകരം രാശിയിലാണ്. മകരക്കൂറുകാർ ധർമ്മശാസ്ത്ര വിരുദ്ധമായി പ്രവർത്തിച്ചിട്ട് ധാർമ്മികരെന്ന് നടിക്കുന്നവരാകും. അലസരും കാര്യപ്രാപ്തി കുറഞ്ഞവരുമായിരിക്കും. മൂല്യബോധത്തിൽ വിശ്വാസമില്ലാത്തവരായിരിക്കും. ആത്മജ്ഞാനമുള്ളവരും ശാരീരികവും മാനസികവുമായ ബലമുള്ളവരുമായിരിക്കും. അടുത്തതായിട്ട് കുംഭൻ രാശി. കുംഭൻ രാശി കൂറുകാർക്ക് അവിട്ടം 3, 4 പാദങ്ങളും ചതയം പൂരുരുട്ടാതി 1, 2, 3 പാദങ്ങളും കുംഭൻ രാശിയിലാണ്. പരിപരുത്ത ശരീരമാവും കുംഭക്കൂറുകാരുടേത്. വിദ്വാൻമാരും ശത്രുക്കളെ ജയിക്കുന്നവരും വസ്ത്രാലങ്കാരങ്ങളിൽ പ്രിയമുള്ളവരുമായിരിക്കും. സ്ത്രീകൾക്ക് വിധേയന്മാരുമായിരിക്കും. ഇതൊക്കെയാണ് ചന്ദ്രൻ ഓരോ രാശിയിൽ നിന്നുള്ള ഫലങ്ങൾ. അപ്പോൾ ചന്ദ്രൻ ഏതേത് രാശിയിലാണ് നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് നോക്കി അതിനുതകുന്ന ഫലങ്ങളൊക്കെ അനുഭവിച്ച് സന്തോഷമായിട്ട് ജീവിക്കുക. ഇതൊക്കെ പൊതുവായ ഫലങ്ങളാണ്. ഒരു ഗ്രഹത്തിനെക്കുറിച്ച് കൊണ്ട് മാത്രമുള്ള ഫലങ്ങളാണ്. ബാക്കി എല്ലാ ഗ്രഹങ്ങളുടെയും കാരകധർമ്മങ്ങളും അല്ലെങ്കിൽ ചന്ദ്രൻ്റെ സ്വഭാവം മാത്രമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ള ഗ്രഹങ്ങളുടെ ആധിപത്യവും ബലവും നോക്കിയിട്ട് വേണം ഫലപ്രവചനം പൂർണ്ണമാവുവാൻ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.